ഹായ്, ഇത് നമ്മുടെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന ഒരു ഫീൽഡാണ് റേഡിയോളജി. ഹോസ്പിറ്റലിലായാലും സ്കാനിങ് സെന്റേഴ്സിലായാലും ഇനി സ്കാനിങ് മെഷീൻ മാനുഫാക്ചറിങ് സെന്റേഴ്സിലായാലും ഒരുപാട് ജോബ് വേക്കൻസീസ് ഈ ഒരു ഫീൽഡിന് അവൈലബിൾ ആണ്. നമുക്കിന്നൊരു ഒടിവോ ചതവോ എന്തെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യം പറയുന്നത് സ്കാൻ ചെയ്തിട്ട് വാ എന്നാണ് അല്ലെ. അപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാന്ന് വെച്ചാൽ റേഡിയോളജി. BSc MIT മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി, റേഡിയോളജിസ്റ്റ്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്നിങ്ങനെ പല പേരുകളിലാണ് ഓരോ സ്റ്റേറ്റിലും ഓരോ യൂണിവേഴ്സിറ്റിയിലും അറിയപ്പെടുന്നത്. അൾട്രാസൗണ്ട് സ്കാനിങ്, MRI, CT സ്കാനിങ്, എക്സ്റേ എന്നിങ്ങനെ ഇതിലൂടെ ഇമേജ് എടുത്തിട്ട് നമ്മുടെ പ്രോപ്പർ ഡിസീസ് എന്താണെന്നുള്ളതും അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എന്താണെന്നും ഈ കോഴ്സിന് ശേഷം ഇറങ്ങുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. റേഡിയോളജിയിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ 2 സെക്ഷൻ ആണുള്ളത്. ഒന്ന് റേഡിയോ തെറാപ്പിയും ഒന്ന് ഇമേജിംഗ് തെറാപ്പിയും. ഒരു ക്യാൻസർ പേഷ്യൻസിന് കീമോയോ റേഡിയേഷനോ കൊടുക്കുന്നത് അതിന് പരമായി പഠിക്കുന്നതാണ് റേഡിയോ തെറാപ്പി. ഇനി ഇമേജിംഗ് ടെക്നോളജിയിലാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MRI സ്കാനിങ്ങിന്, CT സ്കാനിങ്ങിന് അതിന്റെ മെഷീൻസിനെ കുറിച്ചുള്ള പഠനമാണ് ഉള്ളത്. BSc കുറിച്ച് നമ്മൾ കേട്ടു. ഇനി MSc ആണെങ്കിലും നമുക്ക് കേരളത്തിന് പുറത്തും കേരളത്തിലും ഒക്കെ അഡ്മിഷൻ നോക്കാവുന്നതാണ്. ഇനി MSc ചെയ്തവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിലും സ്കാനിങ് സെന്റേഴ്സിലും സ്കാനിങ് മെഷീൻ മാനുഫാക്ചറിങ് സെന്റേഴ്സിലും ഒക്കെ നമുക്ക് ഒരു ജോബ് വേക്കൻസീസ് നോക്കാവുന്നതാണ്. ഇനി ഇന്ത്യക്ക് പുറത്ത് എബ്രോഡിലും ആയിട്ട് നല്ലൊരു സാലറി ഏൺ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ് റേഡിയോളജി. സ്റ്റുഡൻസ്, ദോസ് ആർ ലുക്കിംഗ് ഫോർ ദ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഓർ റേഡിയോളജി, നിങ്ങൾക്ക് ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. ഡു കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.